അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ചാണ്. എന്താണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ആരാണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന പ്രദേശത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നു പേരുള്ള ഒരു വിശ്വവിഖ്യാത സാഹിത്യകാരനുണ്ടായിരുന്നു, എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലിലെ അതിനേക്കാൾ പ്രശസ്തമായ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. അപ്പോൾ എന്താണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ഞാൻ ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ കാരണം എല്ലാം വിശദമായി തന്നെ പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ അതിപ്രശസ്തമായ ഒരു സൃഷ്ടിയില് അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ആ എട്ടുകാലി മമ്മൂഞ്ഞുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് ഏത് ടൈപ്പ് വ്യക്തിയാണ്, ഏത് ടൈപ്പ് വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞാൽ, നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും, പ്രളയമുണ്ടായാലും കൊടുങ്കാറ്റുണ്ടായാലും, മുട്ടനാട് പ്രസവിച്ചു എന്ന് കേട്ടാലും, കാള പ്രസവിച്ചു എന്ന് കേട്ടാലും, നാട്ടിൽ എന്ത് സംഭവം തന്നെ ഉണ്ടാകട്ടെ, ഇതിന്റെ എല്ലാം പിതൃത്വം സ്വയം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. അത് ചെയ്തത് ഞാനാണ്, ഇത് ചെയ്തത് ഞാനാണ്, അത് സംഭവിക്കാൻ കാരണം ഞാനാണ്, അവിടെ അത് അങ്ങോട്ട് കൊണ്ടുപോയത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു ആളാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ വിശേഷണങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ ലോകത്തെ അറിയിച്ചത്. ആ കൃതി, ആ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഇന്നും ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരന്റെയും ലോക ചരിത്രത്തിൽ ഒരു കഥാപാത്രം ഉണ്ടായിട്ടില്ല. പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു അറബ് നാടാണ്. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് ഹൂത്തികളുടെ നാട്. ഇസ്രായേലിനെതിരെയെല്ലാം മിസൈലുകളും ഗ്രനേഡുകളും ഒക്കെ വാരി വിതറുന്ന ഹൂത്തികൾ, ആ ഹൂത്തികളുടെ നാടാണ് യമൻ. ആ യമനിൽ ഒരു മലയാളി നഴ്സ്, നിമിഷപ്രിയ എന്നു പേരുള്ള ഒരു മലയാളി നഴ്സ് ഒരു കേസിൽ കുടുങ്ങി വർഷങ്ങളായിട്ട് അവർ ജയിലിലാണ്. ഏതാണ്ട് 2017 തോന്നുന്നു അവർ ജയിലിലായിട്ട്. 17 3 20 5 25 8 കൊല്ലം. അപ്പോൾ 25 ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 7 വർഷം കൂട്ടാം. 7 വർഷമായിട്ട് നിമിഷപ്രിയ ജയിലിലാണ്. കാരണം ഒരു യമൻ പൗരനെ, അതും നിമിഷപ്രിയയുടെ ഷെയർ ബിസിനസ് നടത്തുന്ന യമൻകാരനായ ഒരു പൗരനെ വധിച്ചു എന്നുള്ളതാണ് കേസ്. ഈ യമൻ പൗരനെ കൊന്നു എന്ന കേസിൽ പോലീസിന്റെ അന്വേഷണം തുടക്കത്തിൽ യാതൊരു തുമ്പും ഉണ്ടായിരുന്നില്ല. യമൻ പോലീസ് അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയത് നിമിഷപ്രിയയെ ആയിരുന്നു. ഏതാണ്ട് 100% തെളിവുകൾ നിമിഷപ്രിയക്ക് എതിരാണ്. അങ്ങനെയാണ് നിമിഷപ്രിയ ജയിലിലാകുന്നത്. നിമിഷപ്രിയ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനോട്. എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നൊക്കെ വിശദമായിട്ട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ നിമിഷപ്രിയയെ ജയിലിൽ നിന്നും പുറത്തു കടത്താൻ ഏറെ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊന്നും വിജയം കണ്ടില്ല. അവസാനം നിമിഷപ്രിയയുടെ അമ്മ യമനിൽ പോയി നിമിഷപ്രിയയെ ഒരു നോക്ക് കാണാൻ അവസരം ചോദിച്ചപ്പോൾ യമൻ പോലീസ് ആദ്യം നിരസിക്കുകയും പിന്നീട് ഈ അമ്മയെ കാണാൻ നിമിഷപ്രിയക്ക് അവസരം ഒരുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ തിരിച്ചു പോന്നു. എന്നാൽ നിമിഷപ്രിയയെ വിട്ടയക്കാൻ യമൻ സർക്കാരോ യമൻ പോലീസോ ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു സൂചന വരുന്നു. ന്യൂഡൽഹിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു.
ഇന്ത്യക്കാരിയായ ഒരു പെൺകുട്ടിയുടെ കാര്യം. നിമിഷപ്രിയ എന്നാണ് പേര്. കൊലപാതകത്തിന്റെ പേരിൽ അകത്ത് കിടക്കുന്നു. അവരെ പുറത്തെത്തിക്കാനും അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനും അവരുടെ അമ്മയുടെ അടുക്കലേക്ക് അയക്കാനും ഒക്കെ ഞാൻ വേണ്ടതെല്ലാം ചെയ്യും, എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് അദ്ദേഹം സ്വമേധയാ പറയുകയാണ്. ആരും അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിട്ട് ഇതുവരെ വിവരമില്ല. അദ്ദേഹം സ്വമേധയാ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സഹതാപം തോന്നിയിട്ട് അദ്ദേഹം സ്വമേധയാ ഇന്ത്യൻ അധികാരികളോട് പറയുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ അറിവ്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, BJPയുടെ ഉന്നത നേതൃത്വം അവകാശപ്പെട്ടേക്കാം നിമിഷപ്രിയയെ പുറത്തെത്തിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. കോൺഗ്രസുകാർ അവകാശപ്പെട്ടേക്കാം, നമ്മുടെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ അവകാശപ്പെട്ടേക്കാം ഞങ്ങളാണ് അതിന്റെ പിന്നിൽ കളിച്ചത്, അതിന് ശ്രമം നടത്തിയത് ഞങ്ങളാണ്. അതുപോലെ നമ്മുടെ പിണറായി എന്ന മുഖ്യമന്ത്രി വരെ അവകാശപ്പെട്ടേക്കാം നിമിഷപ്രിയയെ പുറത്തെത്തിക്കാൻ ചരട് വലിച്ചത് ഞാനാണ്, ശ്രമം നടത്തിയത് ഞാനാണ്, എൻ്റെ പാർട്ടിയാണ് അതിനെല്ലാം ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ പാർട്ടിക്ക് വോട്ട് തരിക, കണ്ടില്ലേ നിമിഷപ്രിയയെ പുറത്തെത്തിച്ചില്ലേ? ഈ പറച്ചിൽ BJP അടക്കം, കോൺഗ്രസ് അടക്കം, CPM അടക്കം, ഒരുപക്ഷെ CPI പറയാൻ സാധ്യതയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളിൽ ഒരല്പം തറവാടിത്തമുള്ള പാർട്ടിക്കാരാണ് അവർ, CPIക്കാർ. യാതൊരുവിധ കച്ചറക്കും നിൽക്കുന്ന ചരിത്രം അവരുടെ പേരിലില്ല. അതുകൊണ്ട് CPI ഒരുപക്ഷെ പറയാൻ സാധ്യതയില്ല. ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും, ഞാൻ ഇവരെയൊക്കെ ഏത് പേരിട്ടാണ് വിളിക്കേണ്ടത് പോലും എനിക്ക് വായില് ഏറ്റവും അവർക്ക് അനുയോജ്യമായ ഒരു പേരിന്റെ വായിൽ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം വലിയ താമസമില്ലാതെ തന്നെ നിമിഷപ്രിയയെ പുറത്തെത്തിച്ചതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രകടനം തന്നെയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലിരിക്കുന്ന വോട്ടുകൾ തട്ടാൻ, ഈ വോട്ടുകൾ കൊള്ളയടിക്കാൻ ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കും അത് എന്ന് ഓരോ വോട്ടർമാരും ചിന്തിക്കുക. എൻ്റെ ഇതുവരെയുള്ള അറിവ്, ഈ ഇറാനിയൻ എംബസിയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നിമിഷപ്രിയയുടെ വേദന കണ്ട്, കഷ്ടപ്പാട് കണ്ട്, ബുദ്ധിമുട്ട് കണ്ട്, അവരുടെ അമ്മയുടെ നിലവിളി കണ്ടിട്ട് അദ്ദേഹം സ്വമേധയാ നിമിഷപ്രിയയെ പുറത്തെത്തിക്കും എന്ന് പറഞ്ഞത് സ്വമേധയാ പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ്, എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അല്ലാതെ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും നരേന്ദ്രമോദി പോലും നിമിഷപ്രിയയെ പുറത്തെത്തിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ചെയ്താൽ നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ജനാധിപത്യ മതേതരത്വ രാജ്യത്താണ് ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, പേരിൽ മാത്രമേ ഉള്ളൂവെങ്കിലും അങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉള്ള രാജ്യമാണ്. ഇന്നേ വരെ ഒരു മാധ്യമവും ഇന്ന രാഷ്ട്രീയ നേതാക്കൾ നിമിഷപ്രിയയെ പുറത്തെത്തിക്കാൻ ശ്രമം നടത്തുന്നു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ വമ്പൻ പബ്ലിസിറ്റി അതിന് കൊടുത്തേനെ. ഞാൻ ഇനി ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകൻ UAE-യിൽ ഒരു സാമ്പത്തിക കേസിൽ ജയിലിലായി. ഏതാനും നാളുകൾക്ക് മുൻപാണ്. അവിടെ നമ്മുടെ MA യൂസഫ് അലി കയറി ഇടപെട്ടു. യൂസഫ് അലി ഇടപെട്ട് വെള്ളാപ്പള്ളിയുടെ മകൻ ആർക്കാണ് പണം കൊടുക്കാനുള്ളത്, ആ വ്യക്തിക്ക് യൂസഫ് അലി പണം നൽകുകയും വെള്ളാപ്പള്ളിയുടെ മകനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച് നാട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. ഇത് പെട്ടെന്ന് തന്നെ ഈ ഇടപാടുകളെല്ലാം നടത്തി. പെട്ടെന്ന് തന്നെ വെള്ളാപ്പള്ളിയുടെ മകൻ നാട്ടിലെത്തി. ഈ വിവരം മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പുറത്തെത്തിക്കാൻ വേണ്ട ഒരു പ്രവൃത്തിയും ആരും ചെയ്തതായിട്ട് ഇന്നേ വരെ ഒരു മീഡിയയിലും വാർത്ത വന്നിട്ടില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വോട്ട് തട്ടാൻ ഇതിനെ ചൂഷണം ചെയ്തേക്കാം, നിമിഷപ്രിയയെ ചൂഷണം ചെയ്തേക്കാം. നിമിഷപ്രിയയുടെ വിഷയം അവർ പുറത്തിറങ്ങിയാൽ അത് ഇറക്കിയത് ഞാനാണ് എന്ന് നടിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമായിട്ട്
ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ പ്രധാന രാഷ്ട്രീയക്കാർ, മോഡി മുതൽ പിണറായി വരെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക, ഇവന്മാർക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പങ്കുണ്ടായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ വെണ്ടക്ക നിരത്തിയേനെ. ഒരു ചെറിയ പൊട്ടുപോലുള്ള വാർത്തകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ്. അപ്പോൾ ഈ വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വിഷയത്തിന്മേലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.